വെൽക്കം ബാക്ക്. ഇനി നമുക്ക് കാണാം ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് അക്കരക്കൂട്ടം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് സ്റ്റാഫോർഡ് ടെക്സസ്. ഓ, അപ്പൻ്റെ സൂക്കയുടെ മകനും തുടങ്ങിയോ നെഞ്ചത്ത് റീത്തും വെച്ചോണ്ടുള്ള ഒരു കിടപ്പ്? നിങ്ങൾ തന്തയുടെ മോൻ തന്നെയാ മനുഷ്യ. പിന്നെ ഞാൻ തന്തയുടെ മോൻ തന്നെ, അല്ലാതെ നിന്നെ പോലെ. എന്തോ എൻ്റെ ഇങ്ങോട്ട് പറഞ്ഞേ, ബാക്കി കൂടി ഇങ്ങ് പോരട്ടെ. ആരുടെയാന്നറിയണ നാട്ടുകാരോട് പോയി ചോദിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഉറക്കത്തില്ലായിരുന്നു. നിങ്ങളിവിടെ ചുമ്മാ ഇരിക്കാതെ പോയ ക്രിസ്മസ് ലൈറ്റ് ഒക്കെ ഇടും മനുഷ്യ. പിന്നെ ഇവിടെ വെളി നല്ല തണുപ്പാ. തണുപ്പ് ഇവിടെ ചുമ്മാ കുത്തിയിരിക്കുന്നോണ്ടാ തണുപ്പ്. അങ്ങോട്ട് ഇറങ്ങി ഒന്ന് പണിത് നോക്കാം, നേരം ഒരു തണുപ്പും കാണത്തില്ല. എന്നാ പിന്നെ നീ ഇറങ്ങി അങ്ങോട്ടങ്ങ് ചെയ്യ്. എനിക്ക് നേരം ഉണ്ടായിരുന്ന ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുമായിരുന്നോ? ഞാൻ പോയി ഇട്ടേനെ. നീ രാവിലെ എങ്ങോട്ടായി ഒരുങ്ങിക്കെട്ടി? നീ കടയിലെങ്ങാണ്ട് പോകുന്ന ഞാനും വരാം. നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം പോയി സാധനങ്ങൾ മേടിക്കാൻ. നിങ്ങൾ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കടയിൽ നിന്ന് പെട്ടെന്ന് ഓടി പോരണം. ഒരു സാധനവും മേടിക്കാൻ എന്നെ സമ്മതിക്കത്തില്ല. എനിക്കറിയാം തന്നെ പോവാം, ഞാൻ പൊക്കോളാം. നീ ഇപ്പം എന്നാ വാങ്ങിക്കാനാ പോകുന്നത്? എനിക്ക് കുറച്ച് ഗിഫ്റ്റ് മേടിക്കാനുണ്ട്, എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്. അതിന് നീ ഒരു കാര്യം ചെയ്യും, ജോലിക്ക് കൂടെ ഉള്ളവർക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കാനെങ്കിൽ ആ ഡോളർ സ്റ്റോറിലോട്ട് പോയാൽ മതി. നല്ല സാധനം കിട്ടും അവിടെ. ഡോളർ സ്റ്റോറിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പോയി ഡോളർ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കൊടുക്കുക. എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് മേടിക്കാൻ എനിക്കറിയാം. എടീ, 10-40 കിട്ടുന്ന നല്ല സാധനം പെർഫ്യൂമും ഒക്കെ $1 ഡോളർ സ്റ്റോറിൽ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴും ഈ ചീപ്പ് വർത്താനേ ഉള്ള മനുഷ്യ. നിങ്ങളുടെ അപ്പൻ എന്നാ വരുന്നത്? അപ്പം വരുന്നറിഞ്ഞിട്ട് നിനക്കെന്നാ സാധിക്കാൻ? അപ്പം വരുമ്പോൾ എൻ്റെ വീട്ടുകാർ ഒരു പെട്ടി കൊണ്ട് കൊടുക്കുക, അത് നിറച്ച് എൻ്റെ സാധനങ്ങളാ. അതെല്ലാം ഭദ്രമായിട്ട് കൊണ്ടുവരാൻ പറയണം. അപ്പൻ ഓൾറെഡി 2 പെട്ടി അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കൊണ്ടുവരാൻ. ഞാനത് നിന്റെ ഒരു പെട്ടി കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, എന്നാ ചെയ്യാൻ അതിനകത്ത്? 2 പെട്ടി എന്തിനാ നിങ്ങളുടെ അപ്പന്? ഇപ്പൊ കൊണ്ടുപോകാനുള്ള പെട്ടി ഇപ്പൊ നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വരുവാണോ? നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ മനുഷ്യ അങ്ങനെ കൊണ്ടുപോകാനുള്ള പെട്ടി. അപ്പൻ അവിടുന്ന് പല സാധനങ്ങളും കൊണ്ടുവരാനുണ്ട്. അപ്പൻ എന്തോ അതിനകത്ത് 2 പെട്ടിക്കകത്ത് കൊണ്ടുവരാനുള്ള സാധനം? അതാ വീട് വിറ്റെടുത്തു നിന്ന് ഉള്ള പഴയ സാധനങ്ങൾ, ചില ആൻറ്റീക്ക് സാധനം വീട്ടിലുണ്ട്, മൊന്തയും കിണ്ടിയൊക്കെ. അതൊന്നും കളയണ്ടായി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. എന്തായാലും എൻ്റെ സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പനും മോനും വിവരം അറിയും. ഞാൻ നോക്കട്ടെ, അപ്പനോട് പറഞ്ഞു നോക്കാം, സ്ഥലം ഉണ്ടെങ്കിൽ കൊണ്ടുവരും. പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് മലയാളികളാന്ന് തോന്നുന്നു. അയ്യോ, വല്ല കുരിശുമായിരിക്കും. എന്നാലും ഒരു സബ് ഡിവിഷനിൽ ഒരു കുരിശ് മതി, അതിവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ കുരിശൊന്നും വരുമെന്ന് തോന്നുന്നില്ല. നിനക്ക് നാക്കിനിച്ച് നീളം കൂടുന്നുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടോളാം, നീ പോ. കുരിശ് വന്നോളും മനുഷ്യനെ വരെ. വീണ്ടും ഒരു ബ്രേക്ക്. Reflection Media, Houston, Texas. Professional people with latest professional equipments. We do high-definition videos and photography for weddings, engagement, birthday, baptism, and all other occasions in anywhere in US, Canada, and Mexico. Family portraits in affordable prices. Passport photo in 5 minutes. Please call Khalid Taliesin, 832-476-8777. Reflection Media, Houston, Texas. Discount Grocers, Stafford, Texas. Fresh vegetables, fish, halal meat, frozen foodstuff, കൂടാതെ എല്ലാവിധ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മിതമായ വിലയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ടെക്സസിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഫോൺ 281-261-8950. ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ്, സ്റ്റാഫോർഡ്, ടെക്സസ്. Hello? Yeah, she just stepped out. Who is this? Hello?
ഇവനിട്ടൊരു പണി കൊടുത്തിട്ട് വരാം. ഹലോ മാത്തുക്കുട്ടിയെ, നീ രാവിലെ എന്നെ എടുക്കുക. നീ ഒരു കാര്യം ചെയ്യും, കുക്കിംഗ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒരു വരണം. അതെ, ഒരുത്തനൊരു പണി കൊടുക്കാനേ. അവനിവിടെ കുറച്ച് നാളായിട്ടേ ഫോൺ വിളിക്കുക, എന്നിട്ട് ക്ലാരമ്മയുടെ കാര്യം ചോദിക്കും. ഞാൻ ഫോൺ എടുക്കുന്നുണ്ടെന്ന് നിർത്തും. അത് ഒരുത്തനുണ്ട്, ഇൻഷുറൻസ് എന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് അവളോട് സംസാരിച്ചെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതാ അവളെന്തോ രണ്ടെണ്ണം പറഞ്ഞ് അവൾ ഇന്നലെ നിർത്തിയെന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ പിന്നെ ഇപ്പം വിളിച്ചിരിക്കുന്നു. ഇവനിട്ടൊരു പണി കൊടുക്കണം. നിനക്കറിയാമോ അതാരാന്ന്? ഇൻഷുറൻസ് ആണ്. നിനക്ക് ആളിനെ കണ്ടാൽ അറിയാമോ? നമ്പറുണ്ടോ പുള്ളിയുടെ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വാ. ഞാനൊരു പരിപാടി ഇണക്കിയിട്ടുണ്ട്, ഇങ്ങ് വാ. ആരെടുത്ത് അവൻ്റെ കളി, അവൻ്റെ നിർത്തിയിട്ട് തന്നെ കാര്യം. ഓരോന്ന് പിന്നെ എടാ അവന് ഇവിടെ വിളിച്ചോ? അവനൊരു 3-4 ദിവസമായിട്ട് വിളിയാ. ഇന്നലെ ക്ലാരമ്മ ഫോൺ എടുത്തു. അന്നേരം അവൾക്ക് മനസ്സിലായി, അവളേതാണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിളിക്കാതിരുന്ന. ഇന്ന് ഇപ്പോൾ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വിളിക്കുന്നതിന് മുമ്പേ. അവനിത് സ്ഥിരം പണിയാന്നേ, അവനൊരു ഞരമ്പ് രോഗിയാ. അപ്പം അതിന് പറ്റിയ മരുന്ന് നമുക്ക് കൊടുക്കാം. നീ അവൻ്റെ നമ്പർ എടുത്തിട്ടൊന്ന് വിളിച്ചു. ഇപ്പം എന്നാ ചെയ്യാനാ പ്ലാൻ? അവനെ വിളിച്ചിട്ട് ഇൻഷുറൻസ് വേണമെന്ന് പറയുക. എൻ്റെ ഈ അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടുന്ന് അവനിങ്ങോട്ട് വരട്ടെ. 2 പൊട്ടിയിൽ കൊടുക്കുക. അതാണ് അവൻ ആവശ്യം. എടാ അതെ, ഇപ്പം അവനെ അടിക്കുക പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ വല്ല പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ടേ? അവൻ പോലീസിനെ വിളിക്കത്തില്ല. 2 എണ്ണം കൊടുത്തിട്ട് പറയുക, ഇപ്പം നമ്മൾ 3 പേരെ ഇത് അറിഞ്ഞിട്ടുള്ളൂ. പുറത്ത് മിണ്ടിയാൽ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചാലോ അവൻ നമ്മുടെ വീട്ടിനകത്ത് വന്നിരിക്കുക. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാതെ വന്നപ്പോൾ നമ്മൾ ഡിഫെൻസിന് വേണ്ടിയിട്ട് തല്ലി. നീ വിളി. എന്നാ കുഴപ്പമില്ല, ഇപ്പോൾ വിളിക്കാം. ഹലോ, ഇത് ജോണിയല്ലേ? ജോണി, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മാത്തുക്കുട്ടി എന്നാണ് എൻ്റെ പേര്. അപ്പം എനിക്കൊരു ഇൻഷുറൻസ് എടുക്കാം. എനിക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ അഡ്രസ്സ് തരാം. ജോണിയുടെ അപ്പൻ എന്നാടാ വരുന്നത്? അപ്പനിപ്പോൾ 2 ആഴ്ചയ്ക്ക് വരും. എടാ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പൊതി കൊണ്ടേ കൊടുക്കും, അതോടെ ഒന്ന് കൊണ്ടുവരാൻ പറയണോ? അപ്പനിപ്പോൾ ഓൾറെഡി 2 പെട്ടിയൊക്കെ ഉണ്ട്, വേറെ പണിയില്ല. എടാ ഇത് പെമ്പർനോത്തിക്ക് ലവണതൈലവും ഞവരതൈലവും അങ്ങനെ 2 ഇതില്ലേ, അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിനക്ക് കുറച്ച് വാജി തൈലവും മുസ്ലി പവറും കൊടുത്തരാം. അതിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ലടാ. എടാ അവനാന്ന് തോന്നുന്നു ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ലോഹ്യം പറയണ്ട, ഒന്നും പറയണ്ട. ഓക്കെ, ഡോറ് തുറന്ന് അകത്ത് കയറുന്നു, നീ ഡോർ അടച്ചോണം, ഞാൻ പെരുമാറിക്കോളൂ. ഓക്കെ, നീ ധൈര്യമായിട്ട് വന്നു. വാ. നീ ഇൻഷുറൻസ് വയ്ക്കുമല്ലടാ? നീ പെണ്ണുങ്ങളെ വിളിച്ച് തെറി പറയണ ഫോണില്. എന്ത് ഇൻഷുറൻസ് പെണ്ണ്? നിങ്ങൾ എന്തോ ഈ കാണിച്ച്? ഞാൻ അയലോക്കത്ത് താമസിക്കാൻ വന്ന പുതിയ മനുഷ്യനാ. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്ന. ഇപ്പോഴല്ലേ മനസ്സിലായി ഇവിടെ മുഴുവൻ വട്ടന്മാരാ താമസം. ഈ ജോണിക്കുട്ടിയുടെ ഒരു കാര്യം, എന്തെങ്കിലും ഗുലുമാൽ പുള്ളി ഉണ്ടാക്കിയിരിക്കും. എനിവേയ്സ്, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഒരു അടിപൊളി എപ്പിസോഡുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.